ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങളൊന്ന് ഡിസപ്പോയിന്റഡ് ആക്കാൻ സാധ്യതയുണ്ട്. ഒരു ജോബിലേക്ക്, എസ്പെഷ്യലി ഫസ്റ്റ് ജോബിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്തു. നിങ്ങൾ SSC പാർട്ട്ലി ക്വാളിഫൈഡ് ആവട്ടെ, നിങ്ങൾ ഫസ്റ്റ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ റെഫറൻസ് യൂസ് ചെയ്യുന്നു, നേരിട്ട് അപ്ലൈ ചെയ്യുന്നു, ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ പല രീതിയിലും ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് റെസ്പോൺസ് ആയിട്ട് ഒന്നും ലഭിക്കുന്നില്ല. കിട്ടുന്നതാണെങ്കിലോ റിജക്ഷൻ മെയിലും. വൈ? ഹായ് ഓൾ, ഐ എം അൽഫിന ഷെയ്ഖ്സ്, ആൻ ACCA സ്റ്റുഡൻറ്റ് ആൻഡ് ex-employee ഓഫ് KPMG. സീ ഗൈസ്, നമ്മൾ ഒരുപാട് ജോലിയിലോട്ട് അപ്ലൈ ചെയ്തു. പക്ഷേ ഈ ഫസ്റ്റ് ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബി ഫ്രാങ്ക്. നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലാണെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് കുറേ റിജക്ഷൻ മെയിലും അതുപോലെ റെസ്പോൺസ് കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. എനിക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത്, അതുപോലെ അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് പോയി കാണുക. സോ അപ്പോൾ പറഞ്ഞ പോലെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും തന്നെയാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, നോളജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഇന്ന് എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാൻ ഒരു കാര്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാനുള്ള കാരണം എന്ന് പറയാം. ഞാൻ KPMGയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് റെഫറൻസ് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കും. അതിൽ കൂടുതലും ACC ഒരു 9-10 പേപ്പേഴ്സ് കഴിഞ്ഞവരായിരിക്കും. അങ്ങനെ ഞാൻ കമ്പനിയുടെ കരിയർ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ACCA പാർട്ട്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ BCom കൂടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ACCA 9-10 പേപ്പേഴ്സ് കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്കൊരു BCom ഇല്ല. ACCA പാർട്ട്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമായിട്ട് ജോബ് ഞാൻ എവിടെയും കണ്ടില്ല. അതിൻ്റെ കൂടെ തന്നെ BCom ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നിങ്ങൾ ACCA ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ACCAയുടെ കൂടെ ഡിഗ്രിയും കൂടെ ചെയ്യുക. അത് 1-2 റീസൺസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ACCAയിലോട്ട് പോവുകയാണ് ആൻഡ് നിങ്ങൾക്കൊരു 7-8 പേപ്പറൊക്കെ കഴിയുമ്പം നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണ്. പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഒരുപാട് തവണ ഫെയിലായിട്ടുണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ACCA ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞ് നേരെ ചെന്ന് ACCA എടുക്കുമ്പോൾ ഇൻ കേസ് നിങ്ങൾ ACCA ഡ്രോപ്പ് ചെയ്യുകയാണ്, ACCA ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല കേട്ടോ. ഇപ്പം നമ്മളൊരു പേപ്പർ ഒരു 3-4 തവണ എഴുതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ACCA ഡ്രോപ്പ് ചെയ്യാന്ന് തന്നെയേ ഞാൻ പറയുള്ളൂ. അൺലെസ് യു ആർ റിച്ച്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഈ 3-4 തവണ ഫെയിലായി പിന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആയി അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടി കോഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അവിടെ യോജിക്കാത്തവരുണ്ടാവും, പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾ ACCA പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക? ACCA ഉണ്ടോ? ഇല്ല. ഡിഗ്രി ഉണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഒന്നെങ്കിൽ ഡിഗ്രി പഠിച്ചതിന് ശേഷം ACCA പഠിക്കുക, അല്ലെങ്കിൽ ACCA പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി ചെയ്യാം. ഐ നോ ഇറ്റ് ഈസ് വെരി ഡിസപ്പോയിൻറ്റിങ്, ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. പിന്നെ BCom ഇല്ലാതെ ACCA എടുക്കുന്നവർക്ക് ഒരിക്കലും ജോലി കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ACCA ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. തീർച്ചയായും അതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു 10 പേപ്പേഴ്സിലെ നിങ്ങൾ ജോലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരിക്കലും ജോലി കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക, ഞാനും ചിന്തിച്ചിട്ടുള്ളതാണ്. കാരണം ഈ BCom എന്ന് പറയുന്നത് ACCA വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 10-1 പോലും നമുക്ക് പഠിക്കാനില്ല. പക്ഷേ ഡിഗ്രീൻ്റെ സിലബസും ഡ്യൂറേഷനും വലുതാണ്. അതിൻ്റെ ടൈം കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ACCA കമ്പയർ ചെയ്യുമ്പോൾ BCom ഈസ് മോർ ഈസിയർ ദാൻ ACCA. ഇതൊക്കെ ശരിയാണെങ്കിലും ഡിഗ്രിക്കൊരു വിലയില്ല എന്ന് പറയുമെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കോളേജ് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഡിഗ്രി ഒന്നും അത്ര അപ്ഡേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഡിഗ്രി ഉള്ളത് നല്ലതാണ്. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ACCAയിൽ ഓരോ പേപ്പറും കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഡിഗ്രിക്ക് അതിൻ്റെ 10-1 പോലും എഫേർട്ട് ഇടണ്ട. സ്റ്റിൽ ക്വാളിഫിക്കേഷൻ ഇസ് മാറ്റർ. ചെയ്യണം. പിന്നെ നിങ്ങൾ എപ്പോൾ ഡിഗ്രി ചെയ്യണം എന്നുള്ളത് അപ് ടു യു. നിങ്ങൾ ACCA ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാം. ACCAയുടെ പഠിക്കുന്നത് കൂടെ തന്നെ നമുക്ക് ഡിഗ്രിയും ചെയ്യാം. എൻ്റെ കാര്യത്തിലാണെങ്കിൽ കോളേജിൽ പോയി ഡിഗ്രി ചെയ്തതിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ്സേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ BCom ആണ് എടുത്തത് മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന്.
പഠിച്ച് മലമറിച്ച് റാങ്ക് മേടിച്ചു എന്നൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. തീർച്ചയായും കൊമേഴ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഒരു ബേസിക്സ് ഉണ്ടാക്കി തന്നത് ഡിഗ്രി തന്നെയാണ്. അതിലുപരി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കോളേജിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു യൂണിയൻ മെമ്പറായിരുന്നു, വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് കിട്ടിയ എക്സ്പോഷറും എക്സ്പീരിയൻസും ഇസ് ഹ്യൂജ്. ഐ ഹാവ് എ ലോഡ് ഓഫ് എക്സ്പീരിയൻസ് ഫ്രം മൈ കോളേജ്. അവിടെ നിന്ന് കിട്ടിയ എക്സ്പോഷറും അവിടുത്തെ ഫ്രണ്ട്ഷിപ്പും ഇസ് ഡിഫറെൻറ്റ്. കാരണം അത് 3 years ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എലവൻസിലാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ നമ്മുടെ കുറച്ചുകൂടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ കളർഫുൾ ലൈഫ്. എല്ലാവർക്കും സെയിം എക്സ്പീരിയൻസ് ആണെന്നില്ല കേട്ടോ. ഒരുപാട് പേര് ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന ഡിസിഷൻ ആയിരിക്കും അവരുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. എലക്ഷനും കലോത്സവവും പിന്നെ യൂണിയൻ ഡേ, ഫെസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോളേജിലുണ്ട്. അതുപോലെ കോളേജിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് മാനേജ്മെൻറ്റ് ഫെസ്റ്റിനൊക്കെ മറ്റ് കോളേജുകളിലൊക്കെ പോകുമായിരുന്നു. അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം നമ്മൾ ACC ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണുന്നത് ഫ്യൂ സ്റ്റുഡൻസ് ആയിരിക്കും, നമ്മുടെ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നു, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കാണുന്നു, പല സ്കിൽസ് ഉള്ള സ്റ്റുഡൻസിനെ കാണുന്നു. അങ്ങനെ നമുക്കത് അറിയാൻ പറ്റുന്നു, അവരുടെ ടാലൻസ് അറിയാൻ പറ്റുന്നു. നമ്മുടെ ടാലൻസും പാഷനും ഒക്കെ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നത് ഈ സമയത്തായിരിക്കും. അങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് വരുമ്പം ലിമിറ്റഡ് ഒരു നാരോ സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഫിനാൻസ്, അക്കൗണ്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടാണ് എപ്പോഴും പ്രൊഫഷണൽ കോഴ്സ് പോവുക. ഇപ്പോൾ ഞാൻ പറയുന്നത് തികച്ചും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതാണ് ഏറ്റവും അടിപൊളി, ഇതാണ് ഏറ്റവും മികച്ചത് എന്നൊന്നുമല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഒരു ജേർണി, എൻ്റെ ഒരു കോളേജ് ലൈഫ് ഇങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തീരുമാനം എടുക്കുക. ഇത് മാത്രം കേട്ടിട്ടല്ല, നിങ്ങൾ ACC പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കുക. നിങ്ങളായിട്ടൊരു റിസർച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടണം. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതാണിത്. ഇതുപോലെ ഐ എം ഷുവർ നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ എക്സ്പീരിയൻസ് പറയാനുണ്ടാവും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഒരു 3 years ഡിഗ്രി പഠിക്കണം, 2-3 years നമ്മൾ ACCA പഠിക്കണം. അങ്ങനെ ഒരു 5-6 വർഷം അല്ലെങ്കിൽ 7 വർഷമൊക്കെ എടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ യു ക്യാൻ ചൂസ് ദിസ് പ്രൊഫഷണൽ കോഴ്സ്, നോ പ്രോബ്ലം. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ 3 വർഷം കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് ഡിഗ്രി ACCA പഠിക്കുന്ന കൂട്ടത്തിലെങ്കിലും എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് ഒരുപാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഡിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഡിഗ്രി ചെയ്യാവുന്നതാണ്. ഇന്ന് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് ജോബ് ബിഗ് 4-ലായിരുന്നു, KPMG-യിലാണ് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാനുള്ള കാരണവും എൻ്റെ കോളേജിൽ നിന്ന് തന്നെയായിരുന്നു. ഇവാന്യൂസ് തന്നെയാണ് എനിക്ക് പ്ലേസ്മെൻറ്റ് വഴി കിട്ടിയതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നല്ലൊരു കോളേജിൽ പോയി ഡിഗ്രി പഠിക്കാനുള്ള അവസരം കിട്ടിയാലും നമ്മൾ ആ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇറ്റ്സ് വേസ്റ്റ്. നമ്മളൊരു ഇൻട്രോവേർട്ടായി ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി 3 വർഷം കളയാനാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല, എല്ലാവർക്കും ഒരേപോലെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ പറ്റുന്നത് പോലെ നിങ്ങളുടെ ഷെല്ലിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഫസ്റ്റ് ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന പോലെയാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇടുക എന്ന് പറയുന്നത് ഇസ് ഡിഫിക്കൽട്ട്. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കരിയർ ടിപ്സും ACCA റിലേറ്റഡ് ആയിട്ടുള്ളതും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ മാത്രം കണ്ട് ഡിസിഷൻ എടുക്കണമെന്ന് ഞാൻ പറയില്ല. എന്തൊരു കാര്യം തീരുമാനിക്കുന്നതിന് മുന്നേയും നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം തീരുമാനിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.